ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത്. UAയിലെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അടുത്തൊരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറും ആയിട്ടാണ്. സബ്സ്ക്രൈബർ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പ്രീവിയസ് ഡെർമ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ജോലി കിട്ടുമോ എന്ന്, ഡെർമ എക്സ്പീരിയൻസ് വെച്ചിട്ട് അതർ ഹോസ്പിറ്റലുകളൊക്കെ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡെർമ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി, എന്താ പറയുക, സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു ക്ലിനിക്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഡെർമ എന്നൊക്കെ പറയുന്നത്. ഡെർമ, അതുപോലെ തന്നെ ആസ്തെറ്റിക്, അതുപോലെ തന്നെ ഡെന്റൽ, അങ്ങനത്തെയൊക്കെ എക്സ്പീരിയൻസ്. അപ്പോൾ ഡെർമ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലിനിക്കിൽ അപ്ലൈ ചെയ്യാം, മീൻസ് ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യാം. UAയിൽ എത്ര നാൾ നിന്നു എന്നുള്ള എക്സ്പീരിയൻസും നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസും. നിങ്ങൾക്കിപ്പോൾ ഡെർമ മാത്രമല്ലല്ലോ, അല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പ്രീവിയസ് വേറെ എവിടെയെങ്കിലൊക്കെ നിന്ന് എക്സ്പീരിയൻസും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഡിപ്പെൻഡ് ഓൺ ആ എല്ലാ എക്സ്പീരിയൻസും നോക്കിയിട്ടാണ് ഹോസ്പിറ്റലിൽ എടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്റർവ്യൂ പെർഫോമൻസ് ആൾസോ. അപ്പോൾ അവരിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ 1-2 സെറ്റിംഗ് ആയിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട്. HR D ഇന്റർവ്യൂ ഉണ്ടാവും, പിന്നെ അതല്ലാണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് എല്ലാവരും വെച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഡിപ്പെൻഡ് ഓൺ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഡിപ്പെൻഡ് ഓൺ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് കൂടിയാണ് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ജോലി കിട്ടുന്നത്. നിങ്ങൾ വെല്ലായിട്ട് പെർഫോം ചെയ്യുവാണെങ്കിൽ അതൊരു, എന്താ പറയാ, ഡെർമ എക്സ്പീരിയൻസ് ഒരു ഇതൊന്നുമല്ല ജോലി കിട്ടാതിരിക്കാനായിട്ട്. ഡെർമ എക്സ്പീരിയൻസ് ഉള്ളവർക്കും കിട്ടും. ഇപ്പൊ എനിക്കാണെങ്കിൽ ആദ്യം ഹോസ്പിറ്റലായിരുന്നു, അത് കഴിഞ്ഞ് ഹോം കെയർ ആയിരുന്നു, പിന്നെ എനിക്ക് ഡെന്റൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ഗവൺമെന്റിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ അവരെന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒക്കെ നോക്കി. പക്ഷെ എനിക്ക് അതിന് മുന്നേ ആയിട്ട് ഒരു 8 വർഷം അത് ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഓവറോൾ എക്സ്പീരിയൻസ് നോക്കിയിട്ടാണ് അവിടെ എടുക്കുന്നത്. പക്ഷേ പ്രീവിയസ് UAയിൽ എക്സ്പീരിയൻസും ഒരു ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. പക്ഷെ ഡെർമ ഉണ്ടെന്ന് ഓർത്തിട്ട് നിങ്ങൾക്ക് ചാൻസ് കിട്ടാതിരിക്കുന്നില്ല. ഡെർമ എക്സ്പീരിയൻസ് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഡെർമ ക്ലിനിക്കോ അല്ലെങ്കിൽ ഡെർമ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മോർ ചാൻസ് കൂടുതലാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇന്റർവ്യൂ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. നിങ്ങൾ വെല്ലായിട്ട് ഇന്റർവ്യൂ ചെയ്യുവാണ്, നിങ്ങൾക്ക് ഡെർമ അല്ലാണ്ട് പ്രീവിയസ് നല്ലൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോർ ചാൻസ് ആണ്. അത് വെച്ചിട്ട് ഒരു കിട്ടാതിരിക്കത്തില്ല. എന്തായാലും ഡെർമ എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഫുള്ള് ഡെർമയാണെങ്കിൽ ലെസ് ചാൻസ് ആണ് ഉള്ളത്. അതായത് ഇപ്പം നിങ്ങൾ പഠിച്ചിറങ്ങി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഫുള്ള് ഒരു ഡെർമ, അധികം മച്ച് എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങൾക്ക് 2 ഇയർ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആയി, പിന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് 4 വർഷം 5 വർഷം ഒക്കെ ഫുള്ള് കണ്ടിന്യൂസ് ആയിട്ട് ഡെർമ മാത്രമാണെങ്കിൽ ലെസ് ചാൻസ് ആണുള്ളത്. അല്ല, നിങ്ങൾക്ക് പ്രീവിയസ് ഇപ്പോൾ 4 വർഷമൊക്കെ വേറെ ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ ഇവിടെ വന്നിട്ട് ഒരു 2 വർഷം ഡെർമയിൽ വർക്ക് ചെയ്തെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്കും ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇന്റർവ്യൂ പെർഫോമൻസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഇന്റർവ്യൂ നല്ല വെല്ലായിട്ടാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ജോലി കിട്ടും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് മെസ്സേജ് അയക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.